താടിയിലും തഴമ്പിലും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലുമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു യഥാർത്ഥ സത്യവിശ്വാസി ആരാണെന്ന് പറഞ്ഞു തരികയാണ്. ആരാണ് യഥാർത്ഥ ഒരു സത്യവിശ്വാസി എന്നറിയുമോ? അവന്റെ അടയാളം എന്തെന്നറിയുമോ? ഈ സദസ്സിൽ നിരന്നു വന്നിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരങ്ങള് സഹോദരിമാര്, പഠിച്ചവനെ നമ്മളൊക്കെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് നമ്മൾ യഥാർത്ഥ ഒരു വിശ്വാസിയാണെന്ന്. കാരണം തടമുണ്ട്, താടി വളർത്തുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. എങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന സത്യവിശ്വാസികളുടെ അടയാളം പറയുകയാ. അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു യഥാർത്ഥ സത്യവിശ്വാസി ആരാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അവൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ബേജാറാവണ്ട. ഖബർ ഓർമ്മ വരാൻ ലൈറ്റ് അണച്ചതാ. ഖബറിന്റെ ഇരുൾ ഓർമ്മ വരാൻ അല്ലേ? ആദ്യം തന്നെ പാടിയ ബൈത്ത് തന്നെ ഖബറിനെ കുറിച്ചായിരുന്നു. മൊബൈൽ കത്തിക്കണ്ട, ഇടയ്ക്കൊന്ന് ഖബർ ഓർത്താൽ മതി. അള്ളാഹു നമ്മുടെ ഖബറുടെ വിശാലമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മണ്ണർ അള്ളാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. ഖബർ, അതാണ് തഴവ് ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിനെ കുറിച്ച് ഓർക്കാനുള്ളതാ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഈ ഇരുട്ടിനകത്ത് നമുക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ മണ്ണിനടിയിൽ പലകയുടെ അടിയിൽ കിടക്കുന്ന ആ പാവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖബറിനെ കുറിച്ച് ഓർക്ക്. അല്ലാഹു നമുക്ക് ആ ഖബറിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരുമെന്ന്. അതുകൊണ്ട് മൈക്ക് സെറ്റുകാരനോട് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. എന്ത് പറ്റിയതപ്പ? കറണ്ട് പോയതാണ്, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. എല്ലാരും എൻ്റെ മുഖത്ത് നോക്കിക്കോ, നല്ല പ്രകാശമുണ്ട്. ഇപ്പൊ ഇനി എല്ലാരും ഇങ്ങോട്ട് നോക്കിയാൽ മതി. അൽഹംദുലില്ലാ. ആ മൈക്ക് സെറ്റിന്റെ മുകളിലിരിക്കുന്ന കൈ തുടക്കുന്ന പേപ്പർ നിർത്തുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ട് എനിക്ക് വലിയ അത്ഭുതം. ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ട് വണ്ടി പോലും ഓടുന്നില്ല, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇവിടാണ് അൽഹംദുലില്ലാ. അല്ലാഹു എന്തായാലും ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. കടലിന്റെ ചാരത്താ കിടക്കണം, അതുകൊണ്ടാ പറഞ്ഞ ആമീൻ പറയാൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം പൊങ്ങിയിട്ട് നിങ്ങൾ അറിയണം, ഒരു കുടുംബത്തിൽ എത്ര പേരാ ഉരുൾ പൊട്ടിയിട്ട് പോയത്. വളരെ പരിതാപകരമായ അവസ്ഥ. സർവ്വതും നഷ്ടപ്പെട്ടു പോയി, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. എല്ലാം പോയിട്ട് ഇപ്പൊ പേടിയില്ല. ഇന്ന് രാത്രി മുതൽ മഴ. പരലോകത്തിനേക്കാളും ഉയർപ്പാകാം. കസേരയിലിരുന്നോ, നിൽക്കണ്ട, കസേരയിലിരുന്നോ. ഞാൻ പറഞ്ഞു തന്ന അതിന്റെ ഗുഡൻസ് മാറിപ്പോ, അതുകൊണ്ടാ പറയാത്ത. സംഘാടകൻ എന്താ ഇപ്പോഴും പറഞ്ഞേക്കട്ടെ? സംഘാടകൻ എന്തായിരുന്നു? ആരുമില്ല, പറഞ്ഞേക്കട്ടെ. കസേര പിടിച്ചോ ഇൻഷാ അല്ലാഹ്. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പം നോക്കത്തില്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ ഇപ്പം നോക്കില്ലെങ്കിൽ ഞാൻ പറയാം. അനുസരണയുള്ളവരൊക്കെ കൈവക്കിക്കുക, അനുസരണയുള്ളവരൊക്കെ കൈവക്കിക്കുക. ശരി, നിങ്ങളുടെ
നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു സാധനം വന്ന് വീഴും, വീഴാതെ നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് സംഘാടകർ പറയണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നു. ശരി, ഇൻഷാ അല്ലാഹ് കസേരയിൽ എനിക്ക് പ്രയോജനമുണ്ട്. അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയം ആ പാവങ്ങളൊക്കെ പുറത്താട്ടാ, കസേര ഇട്ട് കൊടുത്തോ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോക്കാറുണ്ട് ചില ആൾക്കാര്. ഇപ്പൊ ഈ കാസർഗോഡ് ജില്ല, ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ദിവസം വഴുതിന് വന്നപ്പോ കാസർഗോഡ് മുബാറക്ക് മസ്ജിദ് എന്ന് പറയാ ടൗണിൽ ഒരു പള്ളിയുണ്ട്, മുബാറക്ക് മസ്ജിദ്. ഒരു ദിവസം ഇങ്ങനെ പള്ളിക്കകത്ത് കയറി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരാള് പള്ളിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. പള്ളിയുടെ ഒരു സൈഡിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വളരെ പ്രയാസത്തോടു കൂടി അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടപ്പോ ഒരു സങ്കടത്തോടു കൂടി അദ്ദേഹം ഇരിക്കുക. അദ്ദേഹത്തിന്റെ അടുത്തുപോയി ഇങ്ങനെ സംസാരിക്കുമ്പോ, എന്താപ്പാ എന്തൊരു വിഷമമുണ്ട്? ഒന്നുമില്ല ഉസ്താദ് ദുആ ചെയ്താൽ മതി. വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം പറയാ. അവസാനം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എന്താ പറയിപ്പാ എന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഉസ്താദേ 2-3 ദിവസം കഴിഞ്ഞാൽ എന്റെ മകളുടെ വിവാഹമാണ്, എന്റെ മകളുടെ നിക്കാഹാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ 1 ഗ്രാം സ്വർണം പോലും എന്റെ കയ്യിലില്ല എന്റെ മകൾക്ക് കൊടുക്കാൻ. എന്റെ മകളുടെ വിവാഹത്തിന് കൊടുക്കാൻ 5 പവനെങ്ങാണ്ടോ 5-10 പവൻ സ്വർണം കൊടുക്കണം, 1 ഗ്രാം പോലും എന്റെ അടുക്കലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നിങ്ങൾ എന്ത് ധൈര്യത്തിലായി ഈ പള്ളിക്കകത്ത് വന്നിരിക്കുന്നേ? നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാ പണ്ട് നമ്മുടെ വാപ്പായ്ക്ക് എന്തെങ്കിലും ദുഃഖം വന്നാ പള്ളി വന്നിരിക്കും. ഇന്ന് അവിടെ അല്ല, ഇന്ന് വേറെ സ്ഥലത്താ പോയിരിക്കണേ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, പണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്ന പള്ളി വന്നിരിക്കും. വെറുതെ പറഞ്ഞതല്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പള്ളിക്ക് കത്തിരിക്കുന്നു. ആ സമയം പാതിരാത്രി 12 മണിയല്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 9 മണി 8 മണി 9 മണി സമയം ഒരു ചെറുപ്പക്കാരൻ ഒരാൾ പള്ളിയിൽ ഇരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതം തോന്നി. എന്തേ ഇവിടെ ഇരിക്കണം നബിയെ? സമാധാനമില്ല നബിയെ. എന്തേ? ലക്ഷങ്ങളുടെ കടമ എനിക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് അറിയത്തില്ല. പേടിയ, കടക്കാരനായിട്ട് മരിച്ചു പോകുമോ എന്ന് എനിക്ക് വല്ലാത്ത ഭയം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാ. എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരന് കടം മാറാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടമുള്ളവരുടെയൊക്കെ കടം അല്ലാഹു വീട്ടി തരുമാറാകട്ടെ. കടം വീട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണം. കടം വീട്ടണമെങ്കിൽ കടം വീട്ടാനുള്ള ഒരു എളുപ്പ വഴി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലര് കടം വാങ്ങും പൈസ. കണ്ടിട്ടുണ്ടോ? വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കും. എത്ര വട്ടം ഫോൺ വിളിക്കുമെന്നറിയോ? കാണുമ്പോ ചോദിക്കും, എന്തിന്? കടം കിട്ടാൻ, പൈസ കിട്ടാൻ വേണ്ടി. കാര്യം കാണുന്നുണ്ടോ? പാലം കിടക്കുന്നത് വരെ രാമായണം. പാലം കിടന്നു കഴിഞ്ഞാൽ പൈസ വാങ്ങാൻ വരാം, കടം പേടിക്കാൻ വരാം, വലിയ ഉഷാറാ. എപ്പോഴും വിളിക്കും, രാവും പകലും വിളിക്കും, കൂടെ വരിക, എല്ലാത്തിനും ചെയ്യും. കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഇവനെ വിളിച്ച ജീവിതത്തിൽ അവൻ ഫോൺ എടുക്കും. സുബ്ഹാനല്ലാഹ്. എടാ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കെട്ടാൻ നടക്കുന്നത് അണ്ണാച്ചി പിരിവിന് നടക്കണ പോലെ നടക്കണം, രാവും പകലും. നമ്മൾ ഈ പലർക്കുമുണ്ട്, കടം പേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല, ഉണ്ടെങ്കിലും കൊടുക്കൂല. എങ്കിൽ കടം മാറാനുള്ള ഒരു എളുപ്പ വഴി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ട്, പക്ഷേ കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല. നിനക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു വഴിയുമില്ല, പക്ഷെ കടമുണ്ട്. പക്ഷെ നീ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നു, അല്ലാഹ് എനിക്ക് കടമുണ്ട് പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് അത് കൊടുത്തു വിട്ടണം, മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കൊടുത്തു വിട്ടണം എന്ന ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ കടം അല്ലാഹു വീട്ടി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ, ചിലരും ഉണ്ടെങ്കിലും കൊടുക്കൂല. ഒത്തിരി കഴിയട്ടെ കൊടുക്കൂല. എന്നാൽ ഇല്ല, കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എനിക്ക് കടമുണ്ട്, അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ നിന്റെ കടം അല്ലാഹു വീട്ടി തരും. ഇല്ലെങ്കിലോ? അതുകൂടെ കേൾക്കുക.
പൈസ കയ്യിൽ വെച്ചിട്ട് നിന്നെ ഒരു ആപത്തിന് സഹായിച്ചവന് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വാസിയുടെ പേരിൽ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ മടി കാണിക്കുന്നവളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്നെ അല്ലാഹു കൈവിടുകയാണ്, നിന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 1,00,000 രൂപയെ കടമുണ്ടായിരുന്നുള്ളൂ. കയ്യിലുണ്ടായിട്ടും കൊടുക്കാതെ നീ വാശി പിടിച്ച് നടന്ന ഉണ്ടാക്കിയത് മുഴുവനും പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ പറയുന്നത്, 8ന്റെ പണി കിട്ടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹാബി പള്ളിക്കകത്തിരിക്കുക. അങ്ങനെ പണ്ട് നമ്മുടെ വാപ്പയും വാപ്പയുടെ വാപ്പയൊക്കെ പ്രായമുള്ളവരൊക്കെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോ പള്ളിക്കകത്ത് വന്നിരിക്കും. അവിടെ വന്നിരുന്ന് ദുആ ചെയ്യും. ആ സഹോദരൻ പള്ളിക്കകത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്, 3 ദിവസം കഴിഞ്ഞാൽ എന്റെ മകളുടെ നിക്കാഹാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. പടച്ചവന് അത്ഭുതം തോന്നി. അദ്ദേഹം തന്റെ വീടിന്റെ ഫോട്ടോയൊക്കെ കാണിച്ചു തന്നപ്പോ സങ്കടം തോന്നി. എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം ഞാൻ ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? അവസാനം അവിടുത്തെ ഇമാമും ഞങ്ങളൊക്കെ കൂട്ടുകാരാണ്, പലരെയും വിളിച്ചു. എല്ലാവരും ഓരോ പവൻ തരാം, അരപ്പവൻ തരാം. അന്ന് ആ പള്ളിക്കകത്തിരുന്നു കൊണ്ട് തന്നെ 3-4 പേരെ ഫോൺ വിളിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ തരാന്ന് പറഞ്ഞ ഒരു 5 പവനം കണ്ടായി. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, എനിക്കറിയാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പടച്ചവൻ ആരെങ്കിലും കൊണ്ടുവരുമെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ആ ഒരു മനുഷ്യന്റെ ആ ഒരു വല്ലാത്ത ധൈര്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ചിലരെങ്ങനെ പറയാറുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും, അള്ളാഹു ഒരു വഴി കാണിച്ചു തരും, അള്ളാഹു എന്നെ സഹായിക്കും, ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പലരും വീട് വെക്കാൻ പണി തുടങ്ങും. പടച്ചവന് 5 പൈസയില്ല, അല്ലെങ്കിൽ എല്ലാവരും വന്ന് പറഞ്ഞു വീട് വാർപ്പ് വരെയായി, എങ്ങനെയെങ്കിലും താമസം കയറണം, ലോൺ എടുക്ക്, പലിശക്കെടുക്ക്, പണയം വെക്ക്. വേണ്ട, അള്ളാഹ് എനിക്ക് തരും, ക്ഷമിക്കും. നമ്മളോ ഉടനെ ലോൺ എടുത്തിട്ട് വെക്കും. അതുകൊണ്ടാ ഇന്ന് സമാധാനമില്ലാത്തത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് ഇന്നു മുതൽ പഠിച്ചോ. തവക്കൽതു അലല്ലാഹ് എന്താണ്? ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം പറയും, ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ. ഇതപ്പോ ഒരു പിണക്കമുള്ളതുപോലെ ഉള്ളത് പറയുമ്പോ ചിലർക്ക് പറ്റൂല. അതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് എങ്കിലും പഠിച്ചോ. ഒന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പഠിക്കു സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതം മുഴുവനും അതാ അല്ലാഹു കൊടുത്ത ആയുസ്സിൽ അല്ലാഹുവിൽ തവക്കൽ ചെയ്യുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാം. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇനി മുതൽ പഠിക്കു സഹോദരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഫബിമാ റഹ്മത്തിൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ് എന്നതിന്റെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, കടം വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന മനുഷ്യ, ഒന്നാമത്തെ പ്രതിഫലം പറയുന്നത് അല്ലാഹുവാ. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവര് അല്ലാഹുവിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ.
ഈ ലോകത്തിന്റെ അധിപനായ ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവായ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ പടച്ചറബുണ്ടല്ലോ, അല്ലാഹുവിന് അവരെ വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയുന്നവരെ പടച്ചറബിനെ വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹു അവരെ സ്നേഹിക്കുന്നുണ്ട്. ആരാണ് സ്നേഹിക്കുന്നത്? എടാ ചെറുപ്പക്കാരാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവനെ നിന്നെ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ സംരക്ഷണം വരികയാണ്. നിന്റെ കൂടെ അല്ലാഹുവുണ്ടല്ലോ. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന മനുഷ്യനെ പടച്ചറബിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അല്ലാഹു തന്നെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പഠിച്ചോ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവന് അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടി വേണ്ട, പ്രയാസം വേണ്ട, ടെൻഷൻ വേണ്ട, ദുഃഖം വേണ്ട. എല്ലാ വിഷയത്തിനും അവന് പരിഹാരമാവുകയാണ്. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം പടച്ചറബ് അവരെ ഇഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? രണ്ടാമത്തെ നേട്ടം എന്തെന്നറിയുമോ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. രണ്ടാമത്തെ നേട്ടം എന്തെന്നറിയുമോ? ഏത് വിഷയത്തിലും അവൻ അല്ലാഹു മതിയാവുകയാണ്. അവൻ അല്ലാഹ് മതി, എന്ത് വന്നാലും അല്ലാഹ് മതി, എന്ത് വന്നാലും അല്ലാഹ് മതി. ഏത് കാര്യത്തിനും അവനെ പടച്ചറബിനെ ഏൽപ്പിക്കുകയാണ്. അവന് സമാധാനമാണ്, അവന് സമാധാനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയമില്ലല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ആഗമിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹു മതിയാവുകയാണ്, അല്ലാഹു മതിയാവുകയാണ്. ഒരു ടെൻഷനില്ല, ഒരു പേടിയുമില്ല. അല്ലാഹുവിന്റെ സഹായം വരുമെന്ന് അവർക്ക് ഉറപ്പാ. നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ അവിടുന്ന് അമ്പും വില്ലും തയ്യാറാക്കി ആടി കത്തിക്കൊണ്ടിരിക്കുന്ന നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് അവിടുന്ന് അതാ പ്രവാചകനെ ഇടാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോ അവിടുന്ന് ചരിത്രം പറയുകയാണ്. ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടുന്ന് കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീകുണ്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാ പടച്ചവനെ, നമ്രൂദിന്റെ അനുയായികള് അവിടുന്ന് പ്രവാചകനെ വലിച്ചെറിയാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഇബ്രാഹിം നബിയേ ഒന്നനുവാദം തരുമോ? ഞാൻ സഹായിക്കട്ടെ. ഈ കാണുന്ന തീകുണ്ടാരം ഞാൻ അവിടെ നിന്ന് അണച്ചു കളയട്ടെ, ഞാൻ അവിടെ സഹായിക്കട്ടെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്താ? ജിബ്രീലേ, എന്റെ റബ്ബുണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ, എന്റെ റബ്ബിനറിയാ എന്നെ സഹായിക്കാ. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, പടച്ചറബുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആളിക്കത്തുന്ന തീകുണ്ടാരത്തിന്റെ മുകളില് ഇബ്രാഹിം നബിയെ വലിച്ചെറിയാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, അല്ലാഹ് എന്റെ കൂടെ ഉണ്ടല്ലോ, പടച്ചറബ് എന്നെ സഹായിക്കുമല്ലോ. നമുക്കറിയാ, ഉല്ലാസ യാത്രയ്ക്ക് പോയി ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയാ. നമ്രൂദിന്റെ തീകുണ്ടാരത്തിനകത്ത് നിന്ന് ബർദം വസലാമൻ അലാ ഇബ്രാഹിം.
രോമം പോലും കരിയാതെ, ഒരു രോമത്തിന് പോലും ഒരു പോരായ്മ പറ്റാതെ ഇബ്രാഹിം നബി ദിവസങ്ങൾക്ക് ശേഷം അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹ് മതി, ഏത് വിഷയത്തിലും അല്ലാഹ് മതി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചരിത്രങ്ങൾ പഠിക്കണം പൊന്നുമോളെ. ടെൻഷനാണല്ലോ, എന്തെങ്കിലും ഒരു വിഷയം കടന്നു വന്നാൽ, ഒരു പ്രയാസം കടന്നു വന്നാൽ, എന്തെങ്കിലും താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങൾ കടന്നു വന്നാ, ഭർത്താവ് വഴക്കു പറഞ്ഞ, മാതാപിതാക്കളെ വഴക്കു പറഞ്ഞ, പെട്ടെന്ന് തകർന്നു പോകുന്ന പെങ്ങളെ, പൊന്നുമോളെ, ഈമാൻ കൊണ്ട് നീ രക്ഷപ്പെടാൻ തയ്യാറാകണം. നിന്റെ ഈമാനാണ് ഉറയ്ക്കേണ്ടത്, നിന്റെ ഈമാനാണ് ഉറപ്പിക്കേണ്ടത്. അതിനൊരു ചരിത്രമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരു ദിക്റ് പറഞ്ഞു തരുന്നുണ്ട്. എത്ര വലിയ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വന്നാൽ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമല്ലോ, ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമല്ലോ, ജീവിതം മടുത്തു ചത്താ മതി എന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന മുസ്ലിം സമുദായമേ, മോനെ, എത്ര വലിയ വിഷയത്തിനോ പരിഹാരമുണ്ടടാ. അറിയണോ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞു തരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുമോ? ഉമ്മ, മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ ബീബി ആരാണെന്ന് നിന്റെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. ആയിഷ ബീബിയുടെ ചരിത്രം വായിച്ചു നോക്ക്. അല്ലാഹുവേ, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ മഹ്ദിയല്ലേ ആയിഷ ബീബി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ്. ചരിത്രമറിയുമല്ലോ, സൗബാൻ എന്ന് പറയുന്ന സ്വഹാബിയമാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. കാസർഗോഡിന്റെ പരിസരത്തുള്ള, കാഞ്ഞങ്ങാടിന്റെ പരിസരത്തുള്ള പെങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വെറുതെ വിട്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. സൗഫാ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെയും ചേർത്ത് വെച്ചിട്ടാണ് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയത്. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്. നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ്, എവിടെയും ആയിഷയാണ്, എവിടെയും ആയിഷ ബീബി വ്യഭിചരിച്ചെന്നുള്ള ചർച്ചയാണ്. മറ്റൊരു ചെറുപ്പക്കാരനുമായി അവിടെ നിന്ന് ബന്ധമുണ്ടെന്ന് പറയുകയാണ്. എല്ലാ സ്വഹാബികളും പല സ്ഥലങ്ങളിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം വീടിനകത്ത് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലൊന്ന് പോയി നിൽക്ക ആയിഷ. അല്ലാഹുവിന്റെ റസൂല് ഭാര്യ പറഞ്ഞു വിട്ടതല്ല, അവിടെ നിന്ന് പറഞ്ഞു നീ ഒന്ന് പോയി നിൽക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്തുനബി വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആയിഷ ബീവിയുടെ വാപ്പയാണ്. ഓടി ചെന്നിട്ട് പറയുന്നു, വാപ്പാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യുവോ വാപ്പാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിണ്ടുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുമ്പോ, ഉമ്മയും പറഞ്ഞത് തെളിവുകൾ മുഴുവനും നിനക്കെതിരാണ് ആയിഷ. ഒരു പഞ്ചായത്തല്ല, ഒരു വാർഡല്ല, ഒരു നാടല്ല, ഒരു ജനത മുഴുവനും പറയുകയാണ്. ഒരു നാട് മുഴുവനും ആയിഷ ബീവി തെറ്റുകാരിയാണെന്ന് ചർച്ച ചെയ്യുമ്പോ
എല്ലാവരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോ ആയിഷ എന്ന് പറയുന്ന ആ ചെറുപ്രായക്കാരി തന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നു. ഓരോ ദിവസവും രാവിലെ സുബഹി കഴിയുമ്പോ വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ. ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്, ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിക്ക് സന്തോഷമായി ഇറങ്ങി ഓടുകയാ, ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്, അവിടുന്ന് ചുംബനം കൊടുക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എല്ലാ ദിവസവും വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കും, മുത്തുനബി വരുന്നുണ്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോ പ്രവാചകൻ സുബഹി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നു. അൽഹംദുലില്ലാഹ്, വഅദ് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവർക്കൊക്കെ മിനറൽ വാട്ടറും ചുക്കാപ്പി എന്തോ കുടിക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുടിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ജിബ്രീൽ ഇന്നലെ വന്നു ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തു. നീ നിരപരാധിയാ, നീ നിരപരാധിയാ, നീ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സന്തോഷമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് ഇത്ര ഉറപ്പെന്താണ്? ആയിഷ ബീവി ചോദിച്ച ചോദ്യം, ജിബ്രീൽ വന്നോ നബിയേ, ജിബ്രീൽ വന്നോ നബിയേ? 7 ആകാശവും കടന്ന് ഖുർആനിന്റെ ആയത്തുമായിട്ട് ഈ ആയിഷ നിരപരാധിയാണെന്ന് പറയാൻ അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ആയത്ത് വന്നോ? ആ ഒരു ഒറ്റ വല്ലാത്ത ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് ഇത്ര ഉറപ്പെന്താണെന്ന്, നിനക്ക് ഇത്ര ഉറപ്പെന്താ? നീ ഇത്രയും ദിവസം ഈ വീടിനകത്ത് എങ്ങനാ കഴിഞ്ഞുകൂടിയേ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ ഞാൻ പറഞ്ഞത് ഒരു ദിക്ർ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിന്നത്, ഒരു ദിക്ർ പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ, താങ്ങാൻ കഴിയാത്ത വേദനകൾ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ പറയണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് പഠിച്ചോ. ഒന്നാമതായിട്ട് അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹു നിങ്ങൾക്ക് മതിയാവുകയാണ്. മൂന്നാമതായിട്ട് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിക്കണേ, പൊന്നുമോളെ, നിസാരമായി തള്ളിക്കളയരുത്. വീട്ടിൽ കുട്ടികളുള്ള മാതാപിതാക്കളെ പഠിക്കാൻ പറയുകയാണ്. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നലഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമസ് ശൈത്വാനു അലല്ലദീന യതവല്ലൂനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ കാര്യം, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് വീട് അടയ്ക്കുന്ന സമയം, വീട് തുറക്കുന്ന സമയം, വീട് അടയ്ക്കുന്ന സമയം, വീട് തുറക്കുന്ന സമയം. അതുകൊണ്ടാ യാത്രക്കൊക്കെ പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പോകണത്. വീട് പൂട്ടിയിട്ട് ഇറങ്ങി പോകുമ്പോ പണ്ടത്തെ ഉമ്മമാർ, പണ്ടത്തെ ഉപ്പമാർ വീട് പൂട്ടിയിട്ട് ഇറങ്ങി പോകുമ്പോ പറയാറുണ്ട്, വാതിൽ പൂട്ടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. രാത്രി കിടക്കുമ്പോ പറയാറുണ്ട്, വണ്ടിക്കകത്ത് കയറുമ്പോൾ തവക്കൽതു അലല്ലാഹ് പറയാറുണ്ട്. ഇത് പറയുന്നതിലൂടെയുള്ള മൂന്നാമത്തെ പ്രയോജനം, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ, നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കുട്ടികളൊക്കെ, ചെറിയ ചെറിയ മക്കളൊക്കെ അസമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില കുട്ടികളൊക്കെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഇരുന്നു കൊണ്ട് ശൈത്താനിന്റെ ഷർറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ചില ആൾക്കാർ ചില വീടിനകത്ത് കയറി കഴിഞ്ഞാൽ സമാധാനമില്ല. ഞാനിപ്പോ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ പോയി. ഞാൻ വരുന്ന ഈ വഴി വഴുതിന് വരുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ കയറി ഒരു ചെറിയ പെൺകുട്ടി. ആ കുട്ടി ഇങ്ങനെ ഇരുന്ന് നിലവിളിക്കുക ചില സമയങ്ങളിൽ. ഞാൻ ചോദിച്ചു, എന്താ മോളെ നീ ഇപ്പൊ ഒന്ന് നിലവിളിക്കുക? കൂവാന്നാ പറയുന്നത്, കൂക്കാന്ന് എന്താ പറയാ, ഇങ്ങനെ വിളിച്ചു കൂവന എന്താ പറയാ? ഒരു പെൺകുട്ടിയാണ് ഇരുന്ന് കൂക്കുക എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഞാൻ ഒന്ന് കേൾക്കട്ടെ. ആ കുട്ടിക്ക് അറിയണില്ല. ചില സമയങ്ങളിൽ മാത്രം, ആ സമയത്ത് കുട്ടിക്ക് വല്ലാത്ത ആരോഗ്യം. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും തങ്ങന്മാരെ ഉസ്താദ്മാരെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അള്ളാഹു ശിവ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശിവ കൊടുക്കുമാറാകട്ടെ. 3 സമയങ്ങളിൽ മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വൈകുന്നേര സമയത്ത് മക്കളെ വെളിയിൽ ഇറക്കരുത്. ചെറിയ കുട്ടികൾ, പണ്ടുള്ള ഉമ്മമാരൊക്കെ അസർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോ കുട്ടികളെ പുറത്തു വിടാറില്ല, കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കാറില്ല. ഇന്നോ ആ സമയത്താണ് നമ്മൾ കറങ്ങാൻ ഇറങ്ങുന്നത്, ആ സമയത്ത് ആ കടപ്പുറത്തേക്ക് പോകാൻ നമ്മൾ ഇറങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്ക്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ എത്ര പേരാ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ, മക്കളെ ഏതെങ്കിലും കാര്യത്തിൽ വിടുമ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന എത്ര പേരാ ഉള്ളത്? എങ്കിൽ ആ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, നിങ്ങളെ പഠിച്ചോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിച്ചോ, എപ്പോഴും പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. കള്ളം കയറുമെന്നുള്ള പേടി നിനക്ക് വേണ്ട, നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി നിനക്ക് വേണ്ട, നിനക്ക് എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നുള്ള പേടി വേണ്ട. അല്ലാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് സംരക്ഷണം അല്ലാഹു തരികയാണ്, നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? കച്ചവടക്കാരെ, കച്ചവടം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എങ്ങനെയാണ് ഉസ്താദേ മക്കളെ പോറ്റുന്നത്? എങ്ങനെയാണ് ഉസ്താദ്? വലിയ കഷ്ടപ്പാടാണല്ലോ. മക്കളുടെ വിവാഹം കടന്നു വരുന്നല്ലോ, മക്കളുടെ വിദ്യാഭ്യാസമുണ്ടല്ലോ. ടെൻഷൻ അടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസുഖതും കമാ തുർസുഖുത് തയ്ർ. എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. അല്ലാഹുവേ, നിന്റെ കച്ചവടമുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ റബ്ബ് നിനക്ക് തരുന്ന 4ാമത്തെ നേട്ടമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുകയാണ്. നിന്റെ കച്ചവടത്തിൽ ബർക്കത്താണ്, നിന്റെ സമ്പത്തിൽ ബർക്കത്താണ്, നിന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്താണ്. അല്ലാഹു നിന്റെ റിസ്കിലങ്ങ് വിശാലത നൽകുകയാ. നിന്റെ ഭാര്യയെ കുറിച്ച് ടെൻഷൻ വേണ്ട, നിന്റെ മക്കളെ കുറിച്ച് ടെൻഷൻ വേണ്ട. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്?
പറയുന്നത് അല്ലാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അങ്ങനെ ഒരു ചിന്ത നമുക്കില്ലല്ലോ. നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. ആ ചിന്തയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയാകില്ലായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും കച്ചവടം ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, ഉറങ്ങാറില്ല, നേരെ ഭക്ഷണം കഴിക്കാറില്ല, റെസ്റ്റ് എടുക്കാറില്ല. പ്രായമായവരും പ്രായമില്ലാത്തവരും രാവും പകലും കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. എന്തിനു വേണ്ടി? മക്കളെ പോറ്റാൻ. പഠിച്ചവനെ നിസ്കരിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, ദിക്ർ പറയാൻ സമയമില്ല. അല്ലാഹുവിന്റെ പള്ളിയുടെ മുന്നിലാണ് നിന്റെ കടയിരിക്കുന്നത്. അതാ പടച്ച റബ്ബിന്റെ ഭവനത്തിൽ നിന്ന് വിളിക്കുകയാ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരാ, എന്തുകൊണ്ടാണ് ജമാഅത്ത് നമസ്കരിക്കാ പള്ളിയിൽ പോകാത്തത്? അത് നിനക്ക് നിർബന്ധമാണല്ലോ, നിനക്ക് നിർബന്ധമാണല്ലോ. കച്ചവടം നിന്റെ നിസ്കാരം ഉപേക്ഷിക്കാൻ അതൊരു കാരണമാകുന്നില്ലേ ചെറുപ്പക്കാരാ? എന്തുകൊണ്ട് നീ പള്ളിയിൽ പോകുന്നില്ല? നീ പറയുന്ന കാരണം എന്തെന്നറിയുമോ? നമസ്കരിക്കാൻ പോയാ എന്റെ കച്ചവടം നഷ്ടപ്പെടുമല്ലോ. പള്ളിയുടെ മുന്നിൽ കടയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും ബാങ്ക് വിളിച്ചിട്ട് പള്ളി നിസ്കാരം നടക്കുമ്പോ പോകത്തില്ല. കാരണം എന്തേ? പോയാ കച്ചവടം നഷ്ടപ്പെടും, കുടുംബം പട്ടിണിയാകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ന ഈ പള്ളിയുടെ പരിസരത്ത് കൊട്ടാരം പണിതിരിക്കുന്ന വാപ്പമാര് പള്ളിക്കകത്ത് ബാങ്ക് വിളിച്ചിട്ട് നിസ്കാരം നടക്കുമ്പോ എന്തുകൊണ്ട് നീയും നിന്റെ മക്കളും പള്ളിയിൽ പോകുന്നില്ല? എന്തുകൊണ്ട് നീയും നിന്റെ മക്കളും പള്ളിയിൽ പോകുന്നില്ല? അപ്പോഴും മക്കൾ 24 മണിക്കൂർ മൊബൈൽ കുത്തിയിരിക്കുക, അവന്റെ ജോലിക്ക് പോടാ, അവിടെ പോടാ, ഇവിടെ പോടാന്ന് പറയുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പമാരെ, എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പള്ളിയിൽ പറഞ്ഞു വിടുന്നില്ല? മക്കളെ വഴക്ക് പറയും, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കൂടാ, എങ്ങനെ കുടുംബത്തെ പോറ്റൂടാ? പാപ്പ, നീ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? നീ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? നീ പറയേണ്ടത് പറയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങൾ നിനക്കറിയുമായിരുന്നെങ്കിൽ നീ അങ്ങനെ പറയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിങ്ങൾക്ക് വരുത്തൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? വല്ലപ്പോഴും പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് പ്രസംഗിക്കുമ്പോ ഉസ്താദന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്ക്. ഖുർആനിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല. ഈ ഉസ്താദന്മാർക്ക് വല്ല ടെൻഷനുണ്ടോ? പള്ളിയിലെ ഖതീബന്മാർക്ക് വല്ല ടെൻഷനുണ്ടോ? മക്കളെ കെട്ടിക്കണം, വീട്, ഒരു ടെൻഷനും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭാര്യ പട്ടിണിയാകുമെന്ന് ഞങ്ങൾക്കൊരു സംശയവുമില്ല. മരിക്കുന്ന കാലം വരെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യയും മക്കളും മരിക്കുന്ന കാലം വരെ പട്ടിണി കിടക്കും. ഒരു ദിവസം പോലും തിന്നാൻ ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയും എന്റെ മക്കളും പട്ടിണി കിടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. ആ ഉറപ്പ് അല്ലാഹ് എനിക്ക് തന്നതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സിറാജിന് ഓർമ്മയുള്ള കാലത്തോളം എനിക്ക് ഉറപ്പാ, എനിക്ക് എന്തു സംഭവിച്ചാലും എന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കൂല. എന്റെ ഭാര്യയും മക്കളും ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഗതി വരില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. കാരണം അള്ളാന്റെ ഖുർആൻ പഠിച്ചതുകൊണ്ട് എനിക്ക് അതിനുള്ള ഉറപ്പുണ്ട്. ആ ഉറപ്പ് അള്ളാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടാൻ നീട്ടേണ്ട ഒരവസ്ഥ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവര് കൈവയ്ക്കുക. ചായ താഴെ വിടരുത്, ചായ താഴെ വിടരുത്. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ഭാര്യയുടെ വിഷയം, നിങ്ങളുടെ മക്കളുടെ വിഷയം നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? പള്ളിയിലെ ഖതീബിന്റെ ശമ്പളം പകുതി വെട്ടിക്കുറച്ചു, എന്നിട്ട് ഉസ്താന്റെ പെണ്ണുമ്പുള്ള പട്ടിണി കിടന്നു. കൊറോണ വന്ന് ലോക്ക്ഡൌൺ വന്നപ്പോ പാവപ്പെട്ട പള്ളിയിലെ ഖതീബിന്റെ ശമ്പളം പകുതി വെട്ടി. മുഅല്ലിമിന് ഇപ്പൊ ജോലിയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ കൊടുക്കുമാറാ. ഞാതാ പറഞ്ഞ ഇവിടെ ഇത്തിരി പൈസ ഉള്ളവരുണ്ടെന്ന്. എടാ, പള്ളിയിലെ മുഅല്ലിമിന് ഇങ്ങോട്ട് വരണ്ട, 2 ഉസ്താദ് വേണം, പകുതി ശമ്പളം തരാൻ വേണമെങ്കിൽ നിന്നോളാൻ. കൊറോണ മാറാറായി, ലോക്ക്ഡൌൺ മാറി, ഇപ്പോഴും ഉസ്താദിന്റെ ശമ്പളം കയറിയിട്ടില്ല. എന്നാ ഉസ്താദിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നുണ്ടോ?
നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ചില ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഉസ്താദന്മാര് പാപങ്ങളൊന്നുമില്ല. ഇപ്പത്തെ ഉസ്താദന്മാർക്ക് എപ്പൊ നോക്കിയാലും നല്ല ടിപ്ടോപ്പിലെ വസ്ത്രം, വണ്ടി, നല്ല വീട്, ഇതൊക്കെ കാണുമ്പോ ചിലതിനൊക്കെ അങ്ങോട്ട് ചൊറിയുന്നുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അവരുടെ വിചാരം എപ്പോഴും ഓച്ചാനിച്ച് നിൽക്കണമെന്ന്. അങ്ങനൊന്നുമല്ല. അള്ളാഹു ഇസ്സത്ത് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ നടക്കാനുള്ളതാ. ഉസ്താദന്മാര് വലിയ വണ്ടി നടക്കുമ്പോ കണ്ടോടാ ഹത്തീബ് പോണത്. പിന്നെ ഹത്തീബ് എന്താ ഓട്ടോറിക്ഷ നടക്കണം? കാലം മാറണം. എന്താപ്പാ ബക്കറ്റ് വിരിവിന് സമയമായ കുഴപ്പമില്ല. ഉസ്താദ് എന്തപ്പാ പണ്ടത്തെ കാലത്തൊക്കെ സെക്രട്ടറി എന്ത് പറഞ്ഞാലും പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ നിൽക്കും. ആ കാലമൊക്കെ മാറി. ഇപ്പം നല്ല പുള്ളന്മാരെ കയറി വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നറിയോ? അതുകൊണ്ടാ പറഞ്ഞത്. അല്ല പറയുകയാ ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്താ നീ പേടിക്കണ്ട, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാം. അല്ല പറയാ. ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിൽ മാറ്റൂലേ? രാഷ്ട്രീയക്കാരെ വോട്ട് പിടിക്കാൻ വരുമ്പോ എന്തെങ്കിലും പറയും, ഞാൻ ഇവിടെ മൊത്തം AC ആക്കി തരാം, ഇവിടെ മൊത്തം ഞാൻ അത് കൊണ്ടുവരാം, ഇത് പറഞ്ഞിട്ട് പോകും. 5 കൊല്ലം കഴിഞ്ഞാൽ കാണും. അല്ല പറയുകയാ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ നടക്കുന്ന ചെറുപ്പക്കാരൊക്കെ പഠിച്ചോ, ഇനി വാപ്പ ജോലിയുടെ കാര്യം പറയുമ്പോ നീ പറയണം, എന്നെ പീഡിപ്പിക്കാൻ വരുമ്പോ പറയണം. അല്ല പറയുന്നു ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്താ മരിക്കുന്ന കാലം വരെ ഞാൻ തരും നിനക്ക് ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞുതരട്ടെ. ഖുർആനി വിശ്വാസമുണ്ടോ? ഉണ്ട്. അല്ല പറയുകയാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ല പറയുകയാ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആരാണോ നിസ്കരിക്കുന്നത്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് അതിനകത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലാഹ് ചോദിക്കുകയാ ലാ നസ്അലുക റിസ്ഖ, നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്. അല്ല പറയടാ, നീ പറയും നീ ജോലിക്ക് പോയാലേ നിന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റുമെന്ന്. ഇത് പറയണേ, ഞാൻ ജോലിക്ക് പോയാലേ എന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ മക്കള് പട്ടിണി കിടക്കും. അല്ല പറയാ നീയല്ല റിസ്ക് കൊടുക്കുന്നവൻ, ഞാനാടാ റബ്ബ്, ഞാനാ റാസിഖ്. ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക. ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്. നിസ്കരിച്ചാ മതി, നിനക്കും നിന്റെ കുടുംബത്തിനും ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ല പറയുകയാ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആരാണോ നിസ്കരിക്കുന്നത്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് അതിനകത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലാഹ് ചോദിക്കുകയാ ലാ നസ്അലുക റിസ്ഖ, നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്. അല്ല പറയടാ, നീ പറയും നീ ജോലിക്ക് പോയാലേ നിന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റുമെന്ന്. ഇത് പറയണേ, ഞാൻ ജോലിക്ക് പോയാലേ എന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ മക്കള് പട്ടിണി കിടക്കും. അല്ല പറയാ നീയല്ല റിസ്ക് കൊടുക്കുന്നവൻ, ഞാനാടാ റബ്ബ്, ഞാനാ റാസിഖ്. ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക. ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്. നിസ്കരിച്ചാ മതി, നിനക്കും നിന്റെ കുടുംബത്തിനും ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.